സാച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു മധുര പലഹാരമാണ്. വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്, അടിപൊളി ടേസ്റ്റുമാണ്. വീട്ടിലുള്ള 3-4 ചേരുവകൾ വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. വീട്ടിൽ ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ബേക്കറിയിൽ പോയാൽ ഇഷ്ടം പോലെ പല ഷേപ്പിലും പല ടേസ്റ്റിലൊക്കെ ഉള്ള നല്ല പലഹാരങ്ങൾ കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ അങ്ങനെയല്ലല്ലോ. എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ബേക്കറി പലഹാരങ്ങൾ അത്ര സേഫ് അല്ല. സ്ഥിരമായിട്ട് ബേക്കറി പലഹാരങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതല്ലല്ലോ. അപ്പോൾ വീട്ടിൽ നമുക്ക് പറ്റുന്നത്, നമുക്ക് പറ്റാവുന്നത് എല്ലാം ബേക്കറി പലഹാരങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഇതുപോലുള്ള വളരെ സിമ്പിളായിട്ടുള്ള അടിപൊളി ടേസ്റ്റിലുള്ള പലഹാരങ്ങൾ വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു പലഹാരമാണ് ഇത്. ഇത് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ വേണമെന്നും എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് വെച്ചിട്ടുള്ളത്. ചൂട് കട്ടിയുള്ളതായിരിക്കണം. അപ്പോൾ നോൺ സ്റ്റിക്ക് ആകുമ്പോൾ എന്താ ഗുണം, ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഈ ഹലുവ പോലുള്ള പലഹാരങ്ങൾ തയ്യാറാക്കാൻ ബെസ്റ്റാണ്. കാരണം ഒട്ടും വേസ്റ്റ് ആവാതെ ഫുള്ളായിട്ട് നമുക്കത് കിട്ടും. ഈ പാത്രം ചൂടായതിന് ശേഷം ഫ്ലെയിം നല്ലോണം കുറച്ച് വയ്ക്കാം. 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് 1/4 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് ആ ചെറിയ ഫ്ലെയിമിൽ തന്നെ അത് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 2 മിനിറ്റ് നേരം ഇളക്കിക്കൊണ്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ കട്ടയിട്ടൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. ഗോതമ്പ് പൊടി ഒരു 2 മിനിറ്റ് നേരം ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. റവയും ഗോതമ്പ് പൊടിയും വീണ്ടും ഒരു 2 മിനിറ്റ് നേരം ഇളക്കി ഒന്ന് റോസ്റ്റ് ചെയ്യണം. അപ്പോൾ ഫ്ലെയിം കുറവായിട്ടാണ് ഇരിക്കുന്നത്. രണ്ട് മിനിറ്റൊക്കെ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളതാണ് തേങ്ങ. ഞാനിപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് ഉണങ്ങിയ ടൈപ്പ് ആയതുകൊണ്ട് പെട്ടെന്ന് റോസ്റ്റായി കിട്ടും. ഫ്രഷ് തേങ്ങയാണെങ്കിൽ കുറച്ചും കൂടെ നേരം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടി വരും. കാരണം ഇത് മൂന്നും ചെറുതായിട്ടൊന്ന് കളറ് മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ചെറിയ ഫ്ലെയിമാണ്. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് നേരം നിന്ന് ഇളക്കി കൊടുക്കണം. അത് കൈവിടാതെ ഇളക്കുന്നതാണ് നല്ലത്. കാരണം ഈ ഗോതമ്പ് പൊടിയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമ്പോൾ അടി കരിയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതും ഫ്ലെയിമും എല്ലാം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് കളറ് മാറിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ആ തേങ്ങ ഇങ്ങനെ റോസ്റ്റായൊരു മണമുണ്ടല്ലോ, ആ ഒരു നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ശർക്കരപ്പാനിയാണ്. അപ്പോൾ ഞാനൊരു 50 ഗ്രാമോളം ശർക്കര, ഒരു 1/4 കപ്പ് വെള്ളത്തിൽ 50 ഗ്രാം ശർക്കര ഉരുക്കിയിട്ട്, അപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പ് ആയിട്ടുണ്ട്. അധികം കട്ടിയുള്ളതല്ല, കുറച്ച് ലൂസായിട്ടുള്ളതാണ്. അപ്പോൾ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ അത്രയും 1/4 കപ്പോളം ശർക്കര വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ് 2 ടീസ്പൂൺ. ഏലക്കാപ്പൊടി മാത്രമാണെങ്കിൽ അങ്ങനെ ചേർത്താൽ മതി. ഇനി എല്ലാം കൂടെ കട്ടയൊന്നുമില്ലാത്ത വിധം ഇതുപോലെ തേച്ച് ഇളക്കി എടുക്കണം. ഒരു 1-2 മിനിറ്റ് നേരം ഇങ്ങനെ ഇളക്കി എടുക്കണം. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരും. ഇപ്പോൾ ഈ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ ഒന്നും വേസ്റ്റ് ആവാതെ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നോൺ സ്റ്റിക്ക് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. നല്ല എളുപ്പത്തിൽ ചെയ്യാനും പറ്റുമല്ലോ. ഇതിലിപ്പോൾ ഗോതമ്പ് പൊടി, റവ, തേങ്ങ, ശർക്കര, നെയ്യ്, ഇത്രയേ ഉള്ളൂ. എല്ലാ വീട്ടിലും കാണുന്നതായിരിക്കും. പെട്ടെന്നൊന്ന് തയ്യാറാക്കണം എന്ന് തോന്നിയാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു പലഹാരമാണ്. ഇനി ഇതിൻ്റെ മേലെ കശുവണ്ടിയോ ബദാമോ ഒക്കെ നുറുക്കിയത് വെതറി കഴിക്കാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഒരു മടിയും കാണിക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക്